സ്റ്റുഡൻസ്, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്ററാണ് ഫങ്ഷൻസ്. ഫങ്ഷൻസിൻ്റെ അടുത്ത പോർഷനാണ് റിക്കർസീവ് ഫങ്ഷൻസ്. റിക്കർസീവ് ഫങ്ഷൻസ് മീൻസ് ദ പ്രോസസ് ഓഫ് കോളിങ് എ ഫങ്ഷൻ ബൈ ഇറ്റ് സെൽഫ്. ഒരു ഫങ്ഷൻ അകത്ത് നിന്ന് തന്നെ ആ ഫങ്ഷനെ നമ്മൾ കോൾ ചെയ്യും. സാധാരണ നമ്മൾ എങ്ങനെ കോൾ ചെയ്യുന്നത്? ആ ഫങ്ഷൻ വെളിയിൽ നിന്നാണ് നമ്മൾ ആ ഒരു ഫങ്ഷനെ കോൾ ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷൻ കോൾ എവിടെ കിടക്കും? ഈ ഫങ്ഷൻ ഡെഫിനിഷൻ അകത്ത് കിടക്കും. എന്നിട്ട് നമ്മൾ കോൾ ചെയ്യും. അതിനെയാണ് നമ്മൾ റിക്കർസീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് കോളിങ് എ ഫങ്ഷൻ, ദ പ്രോസസ് ഓഫ് കോളിങ് എ ഫങ്ഷൻ by itself is known as recursive function. ഇതൊരു ഫംഗ്ഷൻ ഡെഫിനിഷനാണ് ഞാൻ എഴുതിയേക്കുന്നത്. അതിൻ്റെ ജനറൽ ഫോം മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയേക്കാണ്. ഇൻറ്റ് ഫംഗ്ഷൻ കണ്ടോ, ഇതൊരു ഫംഗ്ഷൻ്റെ ബോഡിയാണിത്. ഫംഗ്ഷൻ്റെ ബോഡിക്ക് അകത്ത് നമ്മൾ പിന്നെ ആ ഫംഗ്ഷനെ കോൾ ചെയ്തേക്കാണ്. ഇത് ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് നിന്ന് നമ്മൾ പിന്നെ ആ ഫംഗ്ഷനെ കോൾ ചെയ്യും. സാധാരണ നമ്മൾ നോർമൽ ഇതിൽ പഠിച്ചെങ്ങനെയാണ്? ഫംഗ്ഷന് വെളിയിൽ നിന്നാണ് നമ്മൾ കോൾ ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ റിക്കർസീവ് ഫംഗ്ഷനകത്ത് ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് ആ ഫംഗ്ഷനകത്ത് നിന്ന് പിന്നെ ആ ഫംഗ്ഷനെ നമ്മൾ വിളിക്കും. അതിനെയാണ് നമ്മൾ റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു കോഡ് എഴുതുന്നുണ്ട്, സെറ്റ് ഓഫ് കോഡ് എഴുതുന്നുണ്ട്. അതാണ് ഇനി എഴുതാൻ പോകുന്നത്. അത് ടു ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. അതായത് ഫാക്ടോറിയൽ മീൻസ് 3യുടെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 3 × 2 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഫാക്ടോറിയൽ എക്സ്ക്ലമേറ്ററി മാർക്ക് കാണിക്കുന്ന ഫാക്ടോറിയൽ. ഓക്കെ, അപ്പം 3 എന്ന് പറയുന്ന ഫാക്ടോറിയൽ മീൻസ് 3 × 2 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. 6 എന്നുള്ള വാല്യൂ എനിക്ക് കിട്ടണം. ക്ലിയർ ആയോ? അത് നമ്മൾ റിക്കർസീവ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യാൻ പോവാണ്. റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് കോളിംഗ് ദ ഫംഗ്ഷൻ ബൈ ഇറ്റ് സെൽഫ്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷനാണ് ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത്. In fact of n, if n is equal to 1 or n is equal to 0, return 1. Return 1. Else if n is greater than 1, return n into fact of n minus 1. Else return 0. ആ ഫംഗ്ഷൻ ഡെഫിനിഷൻ മാത്രമേ എഴുതുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഫാക്ട് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട് നമുക്ക്. അതിൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഞാൻ അവിടെ എഴുതി വെച്ചേക്കാം. അപ്പോൾ ഞാൻ ഇതിനെ വിളിക്കണം. ഈ ഫംഗ്ഷൻ നമ്മൾ മെയിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ വിളിക്കുകയാണ്, ഇതിനെ വിളിക്കുകയാണ്. എഫ് ഈസ് ഈക്വൽ ടു ഫാക്ട് ഓഫ് 3. അതായത് 3ൻ്റെ ഫാക്ടോറിയലാണ് എനിക്ക് കാണുന്നത്. ഫാക്ടർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു എക്സ്ക്ലമേറ്ററി മാർക്കാണ്. നമ്പറിൻ്റെ കൂടെ ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് കൂടെ അതാണ് ഫാക്ടോറിയൽ. അപ്പോൾ 3 എന്നുള്ള വാല്യൂ ഇതിൻ്റെ ഫാക്ടോറിയലാണ് എനിക്ക് കാണേണ്ടത്.
എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിനകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ കോളാണ്. ഫാക്ട് ഓഫ് 3 എന്ന് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ കമ്പൈലർ നോക്കും. ഇത് രണ്ടും ഒരു പ്രോഗ്രാമിനകത്ത് തന്നെയാണ്, രണ്ട് ഫംഗ്ഷനായിട്ട് കിടക്കുന്നതേ ഉള്ളൂ. ഏതെങ്കിലും ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ എന്ന് നോക്കുമ്പോഴേക്കും ഉണ്ട്. അപ്പോൾ എന്തോ സംഭവിക്കും, ഈ 3 എന്നുള്ള വാല്യൂ എങ്ങോട്ട് പാസ് ചെയ്യും? എന്നിന് പാസ് ചെയ്യും. 3 എന്നുള്ള വാല്യൂ എന്നിന് പാസ് ചെയ്യും. അടുത്ത ഒരു കണ്ടീഷൻ ചെക്കിംഗ് ആണ്. ഈഫ് n ഈസ് ഈക്വൽ ടു 1 ഓർ n ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. 3 ഈസ് ഈക്വൽ ടു 1 ആണോ? അല്ല. ഓർ 3 ഈസ് ഈക്വൽ ടു 0 ആണോ? അല്ല. അപ്പോൾ എന്തോ സംഭവിക്കും, റിട്ടേൺ എന്ന് പറയുന്നത് റിട്ടേൺ 1 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാതെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. അതിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. എൽസ് ഇഫ് n ഗ്രേറ്റർ ദാൻ 1. എൽസ് ഇഫ് n ഗ്രേറ്റർ ദാൻ 1. എൽസ് ഇഫ് n ഗ്രേറ്റർ ദാൻ 1. 3 ഗ്രേറ്റർ ദാൻ 1 ആണോ? ആണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? റിട്ടേൺ n ഇൻറ്റു ഫാക്ട് ഓഫ് n മൈനസ് 1. റിട്ടേൺ n ഇൻറ്റു ഫാക്ട് ഓഫ് n മൈനസ് 1. എന്നിൻ്റെ വാല്യൂ എത്രയാണ്? അപ്പം 3 ആണ് അല്ലേ? ഞാൻ അതാണ് ഇവിടെ ഇനി എഴുതാൻ പോകുന്നത്. അപ്പം 3 ഇൻറ്റു ഫാക്ട് ഓഫ് 3 മൈനസ് 1. 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 2 ആയിരിക്കും അല്ലേ? 3 മൈനസ് 1 എത്രയാണ്? അപ്പോൾ ഫാക്ട് ഓഫ് ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാൻ എഴുതുന്നത്. ഇവിടെ എഴുതുന്നത് റിട്ടേൺ 3 ഇൻറ്റു ഫാക്ട് ഓഫ് 2. ഇവിടെ ശ്രദ്ധിച്ചേ, ആക്ച്വലി ഇത് പിന്നെ എന്താ സംഭവിക്കുന്നത്? ആ ഫംഗ്ഷനെ പിന്നെയും വിളിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഫാക്ട് ഉണ്ടോ? ഫാക്ട് ഓഫ് n മൈനസ് 1, അതായത് n മൈനസ് 1 എന്ന് പറയുന്നത് 3 മൈനസ് 1 എത്രയാണ്? 2 ആണ്. റിട്ടേൺ n ഇൻറ്റു ഫാക്ട് ഓഫ് n മൈനസ് 1. അപ്പോൾ റിട്ടേൺ n എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 3. അപ്പോൾ എന്തോ സംഭവിക്കും? 3 ഇൻറ്റു ഫാക്ട് ഓഫ് 2. ഫാക്ട് ഓഫ് 2 പിന്നെ 3 ഇൻറ്റു വരെ പിന്നെ ഫംഗ്ഷൻ പിന്നെയും കോൾ ചെയ്യുകയാണ്. പിന്നെയും ചെക്ക് ചെയ്യും. എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. 2 ഈസ് ഈക്വൽ ടു 1 ആണോ? അല്ല. ഓർ 2 ഈസ് ഈക്വൽ ടു 0 ആണോ? അല്ല. അതുകൊണ്ട് റിട്ടേൺ 1 എന്ന വാല്യൂ എക്സിക്യൂട്ട് ചെയ്യില്ല. പിന്നെ കൺട്രോൾ എങ്ങോട്ട് വരും? ഈ എൽസ് ഇഫ് പാർട്ടിലേക്ക് വരും. എൽസ് ഇഫിൽ ചെക്ക് ചെയ്യും. 2 ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണോ? 2 ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. റിട്ടേൺ n ഇൻറ്റു ഫാക്ട് ഓഫ് n മൈനസ് 1. റിട്ടേൺ n ഇൻറ്റു ഫാക്ട് ഓഫ് n മൈനസ് 1. അതായത് ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. 2 ഇൻറ്റു ഫാക്ട് ഓഫ് 2 മൈനസ് 1. 2 മൈനസ് 1. റിട്ടേൺ 2 ഇൻറ്റു ഫാക്ട് ഓഫ് 2 മൈനസ് 1. നമുക്ക് ഓൾറെഡി 3 ഉണ്ടല്ലേ? അപ്പോൾ എന്തും കൂടെ വരും? 3 ഇൻറ്റു 2. ഓക്കെ. പിന്നെ ഒരു ഫംഗ്ഷൻ കോളാണ് പോകുന്നത്. പിന്നെയും കൺട്രോൾ എങ്ങോട്ട് തന്നെ വരും? ഇവിടെ വരും. ഓക്കെ. ഇഫ് n ഈസ് ഈക്വൽ ടു 1. ഇപ്പം എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഇഫ് n ഈസ് ഈക്വൽ ടു 1 ആണോ? ആണ്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. n ഈസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ n ഈസ് ഈക്വൽ ടു 0 കണ്ടീഷൻ ഏതെങ്കിലും ഒരെണ്ണം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ റിട്ടേൺ 1. എന്തോ സംഭവിക്കും? 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. മനസ്സിലായോ? അപ്പം 2 തവണ ഈ ഫംഗ്ഷൻ കോള് ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫംഗ്ഷന് 2 തവണ അതിനകത്ത് നിന്ന് നമ്മളതിനെ വിളിക്കുകയാണ്. അങ്ങനെയുള്ളതിനെയാണ് റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. മെയിൻ ഫംഗ്ഷനിൽ തുടങ്ങാം. ഇൻറ്റു മെയിൻ എഫ് ഈസ് ഈക്വൽ ടു ഫാക്ട് ഓഫ് 3 ഈസ് എ ഫംഗ്ഷൻ കോൾ. ഒരു ഫംഗ്ഷനെ വിളിക്കുകയാണ്. അപ്പം കമ്പൈലർ ചെക്ക് ചെയ്യും. ഇത് ഒറ്റൊരു പ്രോഗ്രാമാണ്. കമ്പൈലർ ചെക്ക് ചെയ്യും. ആ പ്രോഗ്രാമിനകത്ത് ഫാക്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ വല്ലതും കിടപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. നോക്കുമ്പോഴേന് ഉണ്ടല്ലോ. എന്താ സംഭവിക്കും? കൺട്രോൾ എങ്ങോട്ടും അങ്ങോട്ടും. അപ്പോൾ ഫാക്ട് ഓഫ് 3 എന്ന് പറയുമ്പോൾ 3 എന്ന് പറയുന്ന വാല്യൂ ആ ഫാക്ട് ഓഫ് എന്നിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയായി? 3 ആയി.
ഇഫ് n ഈസ് ഈക്വൽ ടു 1 ഓർ n ഈസ് ഈക്വൽ ടു 0. 3 ഈസ് ഈക്വൽ ടു 1 ഓർ 3 ഈസ് ഈക്വൽ ടു 0 ആണോ? അല്ല. അതുകൊണ്ട് റിട്ടേൺ എന്ന് പറയുന്നത് റിട്ടേൺ 1 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എൽസ് ഇഫ് 3 ഈസ് ഗ്രേറ്റർ ദാൻ 1. 3 ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണോ? ആണോ. അതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണോ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. റിട്ടേൺ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ഇൻറ്റു ഫാക്ട് ഓഫ് n മൈനസ് 1. 3 ഇൻറ്റു ഫാക്ട് ഓഫ് n മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? n മൈനസ് 1 എന്ന് പറയുമ്പോൾ 3 മൈനസ് 1 എത്രയാണ്? 2. റിട്ടേൺ 3 ഇൻറ്റു ഫാക്ട് ഓഫ് 2. അപ്പോൾ നമുക്ക് 3 ഇൻറ്റു വരെ കിട്ടി. അടുത്ത എന്താണ്? ഫാക്ട് ഓഫ് 2. ഫാക്ട് ഓഫ് 2 പിന്നെ ഒരു ഫങ്ഷൻ കോളാണ് അല്ലേ? പിന്നെ കൺട്രോൾ എവിടെ വരും? ഇവിടെ വരും. ഇവിടെ നിന്ന് ഇവിടോട്ട് വരും. അപ്പോൾ എത്രയും ഫാക്ട് ഓഫ് 2. 2 ഈസ് ഈക്വൽ ടു 1 ആണോ? അല്ല. 2 ഈസ് ഈക്വൽ ടു 0 ആണോ? അല്ല. അപ്പോൾ റിട്ടേൺ 1 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. ചെയ്യാതെ പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. എൽസ് ഇഫ് 2ൻ്റെ വാല്യൂ എന്നിൻ്റെ വാല്യൂ എത്ര? 2 ആണ്. 2 ഗ്രേറ്റർ ദാൻ 1 ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. റിട്ടേൺ n ഇൻറ്റു ഫാക്ട് ഓഫ് n മൈനസ് 1. എന്നിൻ്റെ വാല്യൂ എത്രയാണ് ഇപ്പം? കറൻ്റ്ലി എത്രയാണ്? 2. ഇപ്പോൾ 2 ഇൻറ്റു ഫാക്ട് ഓഫ് 2 മൈനസ് 1. 2 മൈനസ് 1 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ റിട്ടേൺ 2 ഇൻറ്റു ഫാക്ട് ഓഫ് 1. എന്ത് നമുക്ക് കിട്ടുന്നു? 2 കിട്ടുന്നു. 3 ഇൻറ്റു 2. ഫാക്ട് ഓഫ് 1 പിന്നെയും കൺട്രോള് ഫങ്ഷൻ ഹെഡർ വരും. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. 1 ഈസ് ഈക്വൽ ടു 1 ആണോ? ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ n ഈസ് ഈക്വൽ ടു 1 n ഈസ് ഈക്വൽ ടു 0 ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഓർ ആണ് ഇവിടെ. ഓർ ആയതുകൊണ്ട്. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു 1 ആണല്ലോ? ആണ്. ആകുമ്പോൾ എന്താ പറയും? റിട്ടേൺ 1. 3 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. എഫിൻ്റെ വാല്യൂ എത്രയായി? 6. ഇതാണ് റിക്കർസീവ് ഫങ്ഷൻ. അതായത് ഇവിടെ ഫങ്ഷൻ കോളാണ്. ഈ ഫങ്ഷൻ കോൾ എവിടെയാണ് ഇരിക്കുന്നത്? ഈ ഫങ്ഷൻ ഡെഫിനിഷനകത്തായിരിക്കുന്നത്. അകത്തിരുന്നുകൊണ്ട് ആ ഫങ്ഷനെ പിന്നെയും വിളിക്കുകയാണ്. എൻ്റെ പേര് ഞാൻ വിളിക്കുന്ന പോലെ. അതാണ് റിക്കർസീവ് ഫങ്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്ത പറയുന്നത് ക്രിയേഷൻ ഓഫ് ഹെഡർ ഫയൽസ്. ഹെഡർ ഫയൽസ് ഉണ്ടല്ലോ. IOStream, മാത്ത്, CMath, അതുപോലെ തന്നെ C സ്ട്രിങ് എന്ന് പറഞ്ഞ കുറേ ഹെഡർ ഫയൽസുമാണ്. നമ്മൾ ജീനിയിലാണ് പറയുന്നതാണ് സിയും കൂടെ ചേർക്കുന്നത്. ജീനി കമ്പൈലർ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ടെർബോ C കമ്പൈലറിൻ്റെ കേസിലാണ് ടെർബോ C++ കമ്പൈലറിൻ്റെ കേസിലാണ് നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് പറയുന്നത്. ടെർബോ C വരുമ്പോഴേക്കിന് ഹെഡർ ഫയൽസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് .h എന്ന് പറയുന്ന എക്സ്റ്റൻഷനാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ജീനിക്കകത്ത് നമ്മൾ എങ്ങനെ പറയും? IOStream ഇല്ല, IOStream ഇത് നമ്മൾ ടെർബോയിലോട്ട് വരുമ്പോഴേക്ക് നമ്മൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ IOStream.h. അടുത്ത സ്ട്രിങ് C സ്ട്രിങ്. ഇതാണ് ജീനിയിൽ നമ്മൾ ഹെഡർ ഫയൽസിന് റെപ്രസെൻ്റ് ചെയ്യുന്നത് C സ്ട്രിങ്. അത് നമ്മൾ ടെർബോയിലോട്ട് വരുമ്പോഴേക്കും അതിന് string.h. അതിൻ്റെ പേരൂടെ കഴിഞ്ഞിട്ട് .hൻ്റെ എക്സ്റ്റൻഷൻ കൂടെ നമ്മൾ പറയും. ടെർബോ C++ൻ്റെ കേസിലാണ്. ജീനിയിൽ നിങ്ങൾക്ക് പറയാത്തതുകൊണ്ടാണ് ഞാൻ ആ ടോപ്പിക്കിലേക്ക് പോകാത്തത്. ജീനിയിൽ നമ്മൾ വേറെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കണം. GX എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അത് എഴുതി കൊടുക്കണം. അത് നിങ്ങൾക്ക് ചോദിക്കത്തില്ല. നിങ്ങൾ ചോദിക്കുവാണെങ്കിലും ഇതിനെ ബേസ് ചെയ്ത് ബുക്കിനകത്ത് ഇതിനെ ബേസ് ചെയ്താണ് പറയുന്നത്. അപ്പം
ഈ ഒറ്റ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ടെർബോ C++ൽ വരുമ്പോഴേക്കും അതിൻ്റെ പേര് സെയിം തന്നെ ആയിരിക്കും, പേരിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എങ്കിൽ അതിൻ്റെ ഈ സി എന്നൊക്കെ ഉള്ളതൊക്കെ അങ്ങ് മാറും, സി സ്ട്രിങ് ഒക്കെ മാറിയിട്ട് ആ സ്ട്രിങ് .h എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ കൂടെ വരും. ഓക്കെ, അതാണ് ടെർബോ സി, ബേസ്ഡ് ഓൺ ടെർബോ സി ആണ് പറയുന്നത്. അപ്പോൾ ഹെഡർ ഫയൽസ് മീൻസ് കുറേ ഫങ്ഷൻസ്, കുറേ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹെഡർ ഫയൽസിനകത്ത് ബിൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ യൂസർക്കും യൂസറിൻ്റേതായിട്ടുള്ള ഹെഡർ ഫയൽസ് ക്രിയേറ്റ് ചെയ്യാം. യൂസറിനും യൂസറിൻ്റേതായിട്ടുള്ള ഹെഡർ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഹെഡർ ഫയൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതി, ഒരു പ്രോഗ്രാം എഴുതി, അതെനിക്ക് ഹെഡർ ഫയൽസായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാൻ എഴുതുകയാണ് ഇൻറ്റു മെയിൻ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷൻ എഴുതി, ഇത് പ്രോഗ്രാം C++ പ്രോഗ്രാം എഴുതി. ഈ പ്രോഗ്രാമിനെ ഞാൻ എങ്ങനെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സേവ് ചെയ്യുമ്പോൾ സാധാരണ .c++ അങ്ങ് സേവ് ആയി പോകുന്നതാണ് ചെയ്യുന്നത്. അങ്ങനെ .c++ സേവ് ചെയ്യാതെ നമ്മൾ അതിൻ്റെ എക്സ്റ്റൻഷൻ എങ്ങനെ സേവ് ചെയ്യണം? ഫോർ എക്സാമ്പിൾ ഫാക്ടോറിയൽ .h എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യണം. ഫാക്ടോറിയൽ .c++ എന്ന് പറയാതെ ഫാക്ടോറിയൽ .h എന്ന് പറഞ്ഞ് നമ്മൾ സേവ് ചെയ്യണം. പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ, ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഈ നമ്മൾ സാധാരണ ഹെഡർ ഫയൽസ് ഇപ്പോൾ ഒരു മെയിൻ ഫംഗ്ഷനാണ്, ഒരു പ്രോഗ്രാമാണ്, അതിനെ ഞാൻ എങ്ങനെ സേവ് ചെയ്തു? ഫാക്ടോറിയൽ .h, അത് ഞാൻ എഴുതിയ ഒരു ഹെഡർ ഫയലാണ്. ഒരു യൂസർക്ക് ഒരു ഹെഡർ ഫയൽ ക്രിയേറ്റ് ചെയ്യാനും അത് വേറൊരു പ്രോഗ്രാമിലും ഇൻക്ലൂഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ C++ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ എനിക്ക് വേറൊരു പ്രോഗ്രാമിനകത്ത് നമ്മൾ സാധാരണ ഈ കമ്പൈൽ ഹെഡർ ഫയൽസ് ചെയ്യുന്ന ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എൻ്റെ യൂസർ ഡിഫൈൻഡ് ഹെഡർ ഫയൽസും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എഴുതിയ പ്രോഗ്രാമിനെ ഞാൻ ഹെഡർ ഫയലായിട്ട് സേവ് ചെയ്തു, factor.h ആയിട്ട് ഞാൻ സേവ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഹെഡർ ഫയലിനെ ഞാൻ വേറൊരിടത്ത് യൂസ് ചെയ്യാൻ പോവുകയാണ്, വേറൊരു പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, hash include IOString, hash include IOString. എന്നിട്ട് അടുത്ത എനിക്ക് ചെയ്യേണ്ടത്, എനിക്ക് ഹെഡർ ഫയലിനെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഫാക്ടോറിയൽ .h എന്ന് പറയുന്ന ഹെഡർ ഫയലിനെ എനിക്ക് വേറൊരു പ്രോഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ഹാഷ് ഇൻക്ലൂഡ് തന്നെയാണ്. ഹാഷ് ഇൻക്ലൂഡ്. പക്ഷേങ്കിൽ അവിടെ നമ്മൾ എഴുതുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഫാക്ടോറിയൽ .h ഞാൻ ക്രിയേറ്റ് ചെയ്ത ഹെഡർ ഫയലിൻ്റെ പേരാണ്. എന്നിട്ട് ഞാൻ എന്തോ ചെയ്യണം? ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഡബിൾ കോട്സിനകത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഹെഡർ ഫയലിൻ്റെ പേര് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫാക്ടോറിയൽ .h എന്ന് പറയുന്ന ഹെഡർ ഫയലാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പം അതിനകത്ത് നമ്മൾ എന്തോ ചെയ്യണം? ഡബിൾ കോട്സിനകത്ത് നമ്മൾ പറഞ്ഞ് കൊടുക്കണം. എന്നിട്ട് പിന്നെ ഞാൻ തുടങ്ങിയാൽ യൂസിങ് നെയിം സ്പേസസ് TD ഇൻ ദ മെയിൻ. പിന്നെ ഈ ഫാക്ടോറിയൽ കാണേണ്ട ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫാക്ടോറിയൽ എന്ന് പറയുന്ന എന്തെങ്കിലും കാണേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ആ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രം മതിയാകും. ഓക്കെ, ക്ലിയർ ആയാലും തൽക്കാലം ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അറിഞ്ഞു വെച്ചേക്കുക. നിങ്ങൾക്ക് ചോദിക്കാനൊക്കെ സാധ്യത കുറവാണ്. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് പറയേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഹെഡർ ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ സേവ് ചെയ്യണം? ആ പ്രോഗ്രാമിനെ .h ആയിട്ട് സേവ് ചെയ്യണം.
ഡോട്ട് ആയിട്ട് സേവ് ചെയ്തതിന് ശേഷം അത് എവിടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അവിടെ ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽസ്, ആ ഹെഡർ ഫയലിൻ്റെ നെയിം എങ്ങനെ കൊടുക്കണം, ഡബിൾ കോട്ട്സിനകത്ത് പറഞ്ഞ് കൊടുക്കണം. ഇത്രയും കാര്യമേ ആ ടോപ്പിക്കിനകത്ത് പറയുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ഇങ്ങനെ കൊടുക്കരുത്, ഒരിക്കലും ഈ ആംഗിൾ ബ്രാക്കറ്റിനകത്ത് കൊടുക്കരുത്. യൂസർ ഡിഫൈൻഡ് ഹെഡർ ഫയൽ ആയതുകൊണ്ട് നിങ്ങൾ എന്തോ ചെയ്യണം, അത് ഡബിൾ കോട്ട്സിനകത്ത് നിങ്ങൾ പറഞ്ഞ് കൊടുക്കണം. അതോടെ ഫങ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് തീരുകയാണ്. അടുത്ത ഇനിയുള്ളത് നെറ്റ്വർക്ക്സ് ആണ്. അത് 2 ആഴ്ച കൊണ്ട് നമുക്ക് ഇത് തീർക്കാൻ പറ്റും. പോർഷൻ ഏകദേശം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു.